സുഹൃത്തുക്കളെ, വിയറ്റ്നാമിലെ ദനാങ്ങിൽ ആണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നും നമ്മളൊരു 40 കിലോമീറ്റർ അകലെ ബാണ ഹിൽസ് എന്ന മലനിരകളിൽ ഉള്ള കേബിൾ കാർ ടൂറിസം വഴി പോയി അവിടുത്തെ ആ മലമുകളിലുള്ള സിറ്റി, മോഡേൺ സിറ്റി കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഈ യാത്രയുടെ പ്രധാന ഹൈലൈറ്റ് എന്ന് വെച്ചാൽ 5 കിലോമീറ്ററോളം അതിനിഗൂഢമായ മലനിരകളിലേക്ക്, മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളിലേക്കുള്ള ഒരു കേബിൾ കാർ യാത്രയാണ്. അപ്പോൾ അവിടെ പോയി നമുക്ക് ഫ്രഞ്ച് വില്ലേജ്, ഗോൾഡൻ ബ്രിഡ്ജ്, പിന്നെ മറ്റു കുറേ ചർച്ചുകൾ, മറ്റൊരുപാട് കാര്യങ്ങൾ എല്ലാം കാണാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ദനാങ്ങിൽ നിന്നും ഒരു ബൈക്ക് ടാക്സി നമുക്കൊരു 2500 ഡോങ്, ഏകദേശം ഒരു 1200 രൂപ നിരക്കിൽ ലഭ്യമായി. അപ്പം ആ ബൈക്ക് ടാക്സിയുടെ പുറകിൽ കയറി നമ്മളിങ്ങനെ 40 കിലോമീറ്ററോളം വിയറ്റ്നാമിൻ്റെ കടലോരവും മലയോരവും ഗ്രാമപ്രദേശങ്ങളും പിന്നിട്ടുകൊണ്ട് ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ യാത്രയുടെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചിത്രീകരിക്കുന്നത്. അപ്പം ട്രാവൽ വിഷൻ മീഡിയയുടെ ദനാങ്ങിൽ നിന്നുള്ള ബാണ ഹിൽസ് കേബിൾ കാർ ടൂറിസം യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് കാഴ്ചകൾ കണ്ടുവരാം. ദനാങ് സിറ്റിയിലെ പട്ടണ പ്രദേശങ്ങളും ഗ്രാമപ്രദേശങ്ങളിലും താണ്ടി അതിമനോഹരമായ ഹൈവേയിലൂടെ ബാണ ഹിൽസിലേക്കുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഇടയ്ക്ക് നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ ഒരു ഷോപ്പിൽ നിന്നും ബാണ ഹിൽസിലേക്കുള്ള ടിക്കറ്റ് ഏതാണ്ട് 12,500 രൂപ, 12,50,000 വിയറ്റ്നാം ഡോങ് കൊടുത്ത് നമ്മൾ വാങ്ങിച്ചു. ഏകദേശം 4,500-5,000 രൂപ റേഞ്ചിൽ വരും ടിക്കറ്റ് ചാർജ്. അതവിടെ പോയിട്ടുള്ള ഫുഡ്, നമുക്ക് ബഫറ്റ് ഫുഡുണ്ട്, അതുൾപ്പെടെയുള്ള ചാർജാണ്. കേബിൾ കാറിൻ്റെ ചാർജും പിന്നെ അവിടേക്കുള്ള എൻട്രി ഫീസും എല്ലാം കൂടെ ചേർന്ന ഒരു ഫീസാണ്. പക്ഷെ അവിടെ പോലുള്ള സൗകര്യങ്ങൾ കാണുമ്പോൾ അതത്ര കൂടിയതൊന്നുമല്ല. അത്രയ്ക്ക് സൗകര്യമാണ് ഒരു അതിഭീകരമായ മലയുടെ മുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്.
അങ്ങ് അകലെ കാണുന്ന മലനിരകൾക്ക് മുകളിലേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. നമ്മുടെ ബൈക്ക് ടാക്സി ഡ്രൈവർ നമ്മളെയും കൊണ്ട് ഈ വഴിയിലൂടെ അതിശീഘ്രം പായുകയാണ്. നല്ല കാറ്റുള്ളതിനാൽ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോയ്ക്കൊക്കെ അല്പം നോയ്സൊക്കെ കാണാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നമ്മൾ അങ്ങകലെ കാണുന്ന മലനിരകൾ ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇവിടെ ബാണ ഹിൽസിലേക്കുള്ള പ്രവേശന കവാടത്തിൽ എത്തിച്ചേർന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിൻ്റെ ഏറിയാണ് ബാണ ഹിൽസിൻ്റെ സ്വാഗത കവാടം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകും. ഇതാണ് പ്രധാന എൻട്രൻസ്. ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് കയറി പോകുമ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞ ലാൻഡ്സ്കേപ്പ് ചെയ്ത റോഡ് അരികിലൂടെ മുന്നോട്ട് പോകും. മനോഹരമായിരുന്നു റോഡിന് ഇരുവശവുമുള്ള കാഴ്ചകൾ. ചെറിയ ചാറ്റമഴ പെയ്തതിനാൽ നല്ല തണുപ്പുണ്ടായിരുന്നു. അതുപോലെ കോടമഞ്ഞും അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. നമ്മുടെ ബൈക്ക് ടാക്സി നമ്മളെയും കൊണ്ട് ആ മലമുകളിലേക്ക് മന്ദം മന്ദം കയറിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയുള്ള റോഡുകൾ എല്ലാം കാണാൻ നല്ല ഭംഗിയുള്ളതായിരുന്നു. പച്ചപ്പ് നിറഞ്ഞതായിരുന്നു. മലയടിവാരത്തിലുള്ളതായിരുന്നു. ഇപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ കേരളത്തിലെ ഒരു മലയോര ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രതീതി. അല്ലെങ്കിൽ തന്നെ പ്രകൃതിക്കെന്ത് രാജ്യം, എന്ത് അതിർത്തി, അതെല്ലാം ഒരേ നേച്ചർ പോലെ. നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ അതിബൃഹത്തായ ഒരു പാർക്കിംഗ് സെൻറ്റർ കാണാം. പിന്നെ ഇവിടെ താമസിക്കാനുള്ള ഹോട്ടൽ സൗകര്യമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് പോകാവുന്നതാണ്. ഇവിടെ ഊട്ടി പോലെ തണുപ്പുള്ള ഒരു പ്രദേശമാണ്. ഇതിന് മുകളിൽ എപ്പോഴും മഞ്ഞാണ്. നമ്മൾ പോയ സാഹചര്യത്തിൽ മഞ്ഞ് കാരണം പല കാഴ്ചകളും നമുക്ക് ദൃശ്യഭംഗി കുറവായിട്ടാണ് ലഭ്യമായത്. മഞ്ഞിൽ മറഞ്ഞായിരുന്നു അവിടുത്തെ കാഴ്ചകളെല്ലാം. അങ്ങനെ നമ്മുടെ ബൈക്ക് ടാക്സിക്കാരൻ നമ്മളെ കൊണ്ടുവന്ന് ഇവിടെ പ്രധാന പ്രവേശന പന്തലിലേക്ക് ഇറക്കി വിട്ടു. നമ്മളിനി ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് പോയി നമ്മൾ മൊബൈൽ ഫോണിൽ ലഭ്യമായ ടിക്കറ്റ് കാണിച്ചു വേണം ഈ മലമുകളിലേക്ക് കയറാൻ. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇരുവശവും ധാരാളം ഷോപ്പുകളും സുവനീർ ഷോപ്പുകളും ടിക്കറ്റ് കൗണ്ടറുകളും എല്ലാം കാണാമായിരുന്നു. നമ്മൾ ടിക്കറ്റ് നേരത്തെ വരുന്ന വഴിക്ക് എടുത്തിരുന്നതിനാൽ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ കയറേണ്ട സാഹചര്യമുണ്ടായില്ല. ആ ടിക്കറ്റുമായിട്ട് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മളെ വഴി നയിക്കാൻ വേണ്ടി അവരുടെ തന്നെ വാളണ്ടിയർമാർ പല ഭാഗത്തും നിൽപ്പുണ്ട്. ഇങ്ങനെ കയറിപ്പോകുമ്പോൾ ഇത് പ്രധാന പ്രവേശന കവാടമാണ്. ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് കൂടിയാണ്. ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് കണ്ടു. നമ്മളും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ വീണ്ടും വർണ്ണ ശബളിമയാർന്ന കാഴ്ചകളാണ് നമ്മളെ വരവേൽക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ഈ മലമുകളിലേക്ക് കേബിൾ കാറിൽ പോയി വേണം നമുക്ക് പ്രധാന ഹാപ്പനിങ് ഏരിയയിൽ എത്തിച്ചേരാൻ. ഇതിവിടെ ഇതിൻ്റെ പ്രവേശന കവാടമാണ്. ഇവിടെ പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ മാപ്പുകളും മറ്റും ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. സൺവേൾഡ് ബാണ ഹിൽസ് എന്നാണ് ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ പേര്. അതിന് മുമ്പിലൊരു പാലവും ആ പാലത്തിന് അടുക്കിലുള്ള കുളത്തിൽ നിറയെ മത്സ്യങ്ങളുമുണ്ട്. അത് നമുക്ക് കുറച്ച് നേരം നോക്കിയിരുന്നു.
സൺവേൾഡ് വാണ ഹിൽസ്. ഇതാണ് ഇതിൻ്റെ ട്രേഡ് നെയിം. ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് നടന്ന് ഒരുപാട് എസ്കലേറ്ററുകൾ കയറി വേണം നമുക്ക് കേബിൾ കാറിന് അടുത്തേക്ക് എത്തിച്ചേരാൻ. ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഗൈഡഡ് ടൂറും മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഷോകളും മറ്റും സംഘടിപ്പിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കത് കാണാം. നമ്മളതൊന്നും കാണാൻ നിന്നില്ല. നേരെ എസ്കലേറ്ററിലേക്ക് നടന്ന് എസ്കലേറ്ററുകൾ കയറി മുന്നോട്ട് പോയി. ഒരു എസ്കലേറ്റർ കയറി മുന്നോട്ട് പോയി. അപ്പോൾ അവിടെ പോകുന്ന വഴിക്കൊക്കെ ഇതുപോലെ സോവനീർ ഷോപ്പുകളും ഫുഡ് ഐറ്റങ്ങളും മറ്റും വിൽക്കാൻ വെച്ചിട്ടുള്ളത് കാണാമായിരുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്തോറും കാഴ്ചകളുടെ ഭംഗി കൂടി വന്നു. ഇരു സൈഡുകളിലും സുവനീർ വിൽക്കുന്ന ധാരാളം വിയറ്റ്നാമിക് പെൺകുട്ടികളെ കാണാം. ഇവിടെ ഒരുപാട് ലാൻഡ്സ്കേപ്പിങ്ങുകൾ, മത്സ്യക്കുളങ്ങൾ, അതുപോലെ തന്നെ വിയറ്റ്നാമീസ് സംസ്കാരത്തിൻ്റെ വളർച്ച വിളിച്ചോതുന്ന ധാരാളം കമാനങ്ങളും മറ്റും നമുക്ക് ഇവിടെ കാണാമായിരുന്നു. ഇവിടെ ദിവസവും ധാരാളം ടൂറിസ്റ്റുകൾ വന്നു മറിയുന്ന സ്ഥലമാണ്. പോകുന്ന വഴിക്കെല്ലാം നമുക്ക് വിയറ്റ്നാമീസ് ഫുഡൊക്കെ ആസ്വദിച്ചുകൊണ്ട് പതുക്കെ പോയാൽ മതി. അപ്പോൾ ഇവിടെ എല്ലാം സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇത് കുറേ ഇങ്ങനെ നടന്നാൽ മാത്രമേ നമുക്ക് മേളിലെ പ്രധാന കേബിൾ കാറിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ പറ്റൂ. ഒരു 3-4 എസ്കലേറ്ററുകൾ കടന്നു വേണം. എന്നിട്ട് അതിവിശാലമായ ഈ ഇടനാഴികളും കടന്നു വേണം നമുക്ക് മുകളിലേക്ക് എത്താൻ. ഈ പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും വിയറ്റ്നാമീസ് ഫുഡ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമുക്കത് കാഴ്ച കാണാം, സാമ്പിൾ വാങ്ങിക്കാം, വേണമെങ്കിൽ വാങ്ങിക്കാം, കഴിക്കാം. അങ്ങനെ ഇതെല്ലാം കണ്ട് മുന്നോട്ട് പോകാം. പോകുമ്പോൾ ഇരുവശങ്ങളിലും ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ഇവിടെ നല്ല കളർഫുൾ മത്സ്യങ്ങളെ വളർത്തുന്ന ഒരു കുളമാണ്. അരുവി പോലെ കിടക്കുകയാണ്. നല്ല കളർഫുള്ളായിട്ട് മത്സ്യങ്ങൾ ഓടിക്കളിക്കുന്നത് കാണാം. അങ്ങനെ ഇടനാഴിയിലൂടെ മുന്നോട്ട് പോയി വീണ്ടും ഒരു എസ്കലേറ്റർ കയറണം. വളരെ മനോഹരമായി അണിയിച്ചൊരുക്കിയിട്ടുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക്, അതാണ് വാണ ഹിൽസ്. അങ്ങനെ അടുത്ത എസ്കലേറ്ററിൽ കയറി നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. ഒരു മലയുടെ മുകളിലാണെങ്കിലും ഈ തട്ടായിട്ടാണ് ഇവിടെ സൗകര്യങ്ങൾ ഏർപ്പാടാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് സൈഡിലേക്ക് നോക്കുമ്പോൾ അങ്ങ് മലമുകളിലേക്ക് കേബിൾ കാറുകൾ പോകുന്നത് കാണാം. അതിന് ഒത്ത നടുക്കിലായിട്ടൊരു ചെങ്കൊടി ഇങ്ങനെ പാറിക്കളിക്കുന്നു. ആ പോകുന്ന ആകാശത്തിലൂടെ പോകുന്ന എല്ലാം കേബിൾ കാറുകളാണ്. അങ്ങനെ കേബിൾ കാറുകളുടെ ഒരു സംസ്ഥാന സമ്മേളനം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ലൈൻ മാത്രമല്ല, 3-4 ലൈൻ ഒരേ സമയം കടന്നു പോകുന്നുണ്ട്. ഒരു ലൈനിൽ തിരക്കാകുമ്പോൾ അടുത്ത ലൈനിലേക്ക് ആൾക്കാരെ കയറ്റി വിടുന്ന സമ്പ്രദായമാണ് ഉള്ളത്. അങ്ങനെ അടുത്ത എസ്കലേറ്ററും കയറി നമ്മൾ വീണ്ടും ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പോകുന്ന കേബിൾ കാറിനെക്കാട്ടിയും കൂടുതൽ എസ്കലേറ്റർ കയറേണ്ട അവസ്ഥയാണ്. അങ്ങനെ പോയി വീണ്ടും അടുത്ത എസ്കലേറ്ററിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഇവിടെ എല്ലാം ഡിസ്പ്ലേ ബോർഡുകളും മറ്റും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കയറിപ്പോകുമ്പോൾ തന്നെ മലമുകളിലേക്ക് കേബിൾ കാറുകൾ പോവുകയും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അത്ഭുത കാഴ്ചകൾ നമുക്ക് കാണാം. അതിനിടയ്ക്കിലൊരു വെള്ളച്ചാട്ടം ഒഴുകുന്നത് കാണാം. ഇവിടെ എല്ലാം പല വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത എസ്കലേറ്ററിൽ നമ്മൾ ഒന്ന് കയറി വീണ്ടും നമ്മളിങ്ങനെ വന്ന് കേബിൾ കാറിൻ്റെ അടുത്ത് എത്താറായെന്ന് തോന്നുന്നു.
അത് ഇനി നമ്മൾ ടിക്കറ്റ് നമ്മളിവിടെ കാണിച്ചുറപ്പാക്കിയിട്ട് സജ്ജീകരിച്ചിട്ടുള്ള ക്യൂവിലേക്ക് കയറണം. നമ്മുടെ മൊബൈൽ ഫോണിൽ ടിക്കറ്റ് കാണിച്ചുറപ്പ് വരുത്തി അങ്ങനെ നമ്മൾ ആ കേബിൾ കാറിൻ്റെ അടുത്തേക്ക് എത്തി. ആ കേബിൾ കാർ ഇങ്ങനെ വന്ന് കറങ്ങി വന്നുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ആൾക്കാർ കയറുന്നതനുസരിച്ച് അവരടയ്ക്കും. അടച്ച ആ കേബിൾ കാർ ഇങ്ങനെ കറങ്ങി തിരിച്ചു പോകും. ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മൾ കയറാൻ സമയത്ത് അല്പം സ്പീഡ് കുറച്ച് കയറത്തക്ക രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കേബിൾ കാറുകൾ വന്നു നമ്മുടെ ഊഴം എത്താൻ വേണ്ടി കാത്തുനിന്നു. അങ്ങനെ നമ്മുടെ ഊഴം വന്ന് നമ്മൾ ആ കേബിൾ കാറിലേക്ക് കയറി. അതോടൊപ്പം മറ്റ് 2-3 പേര് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും ഇങ്ങനെ ആ വാണ ഹിൽസിൻ്റെ നെറുകിലേക്ക് കേബിൾ കാറിൽ നമ്മൾ യാത്രയായി. പോകുന്ന വഴിക്കെല്ലാം അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെയാണ് ഈ കേബിൾ കാർ സഞ്ചരിക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആസ്ട്രേലിയയിൽ നിന്നും വന്ന കുറച്ച് സഞ്ചാരികളായിരുന്നു. അവരോട് നമ്മൾ വിശേഷമൊക്കെ തിരക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കേബിൾ കാർ യാത്ര ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ താഴേക്ക് വരുന്ന കേബിൾ കാറുകൾ കാണാമായിരുന്നു. അങ്ങനെ ആ വെള്ളച്ചാട്ടത്തിന് അരികിലേക്ക് നമ്മുടെ കേബിൾ കാർ എത്തുകയാണ് സുഹൃത്തുക്കളെ. ശരിക്കും ത്രില്ലടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഞാൻ നേരത്തെ മലേഷ്യയിൽ പോയപ്പോൾ ജെന്നിൻ ഹൈലാൻഡ് എന്ന സ്ഥലത്ത് കേബിൾ കാറിൽ കയറിയിട്ടുള്ളതിനാൽ എനിക്ക് വലിയ ഭയമൊന്നും തോന്നിയില്ല. പലരും ഭയന്ന് വിറച്ചിരിക്കുന്നത് കണ്ടു. പക്ഷേ ഇവിടെ ശരിക്കും സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. എത്ര സുരക്ഷിതമായാലും ഇലക്ട്രോണിക്സ് ഡിവൈസാണ്, ഏത് സമയം നിലയ്ക്കാം, എന്ത് സംഭവിക്കാം. അപ്പം നമ്മൾ ആ ഒരു ത്രില്ലോടെ കൂടി മുകളിലോട്ട് നമ്മളെയും വഹിച്ചുകൊണ്ടുള്ള കേബിൾ കാർ മന്ദം ഉയർന്നു നിൽക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ആ കണ്ട വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ മഞ്ഞിൻ്റെ കാഠിന്യം കൂടി വന്നു. നമ്മുടെ കാഴ്ചകളെല്ലാം, പുറത്തെ കാഴ്ചകളൊക്കെ മറക്കുന്നതാണ് പിന്നീട് അനുഭവപ്പെട്ടത്. പിന്നീട് കേബിൾ കാറിലൂടെ പോകുന്നതും വരുന്നതും ഒന്നും നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത അവസ്ഥ. ഒരു മൂടുപടം പോലെയാണ് പിന്നീട് എല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞത്. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഈ കാഴ്ച കൂടി മറയുന്നതായിട്ടാണ് കണ്ടത്. തലങ്ങും വിലങ്ങും ചീറിപ്പാഞ്ഞു പോകുന്ന കേബിൾ കാറുകൾ ആ മലയുടെ നെറുകയിലേക്ക്, വാണ ഹില്ലിൻ്റെ നെറുകയിലേക്ക് നമ്മളെയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്കെതിരെ വരുന്ന മറ്റ് അനേകം കേബിൾ കാറുകളെ കാണാം. ഇങ്ങനെ പോയി ചെറിയ ചാറ്റം മഴയും മഞ്ഞും വന്ന് നിറഞ്ഞ് നമ്മുടെ കാഴ്ചകളൊക്കെ മറയുന്ന കാഴ്ചകളാണ് പിന്നീടുണ്ടായത്. പിന്നീട് നമ്മളൊരു മഞ്ഞ് ലോകത്തിലേക്ക് മെല്ലെ ഊളിയിട്ട് പോകുന്ന അനുഭവമാണ് ഉണ്ടായത്. Revel in exciting new festivals as you embark on an exhilarating adventure with Varna Sunfest and Varna Moonfest. After experiencing all the sights of Varna Hills, recharge and indulge in the Varna Food Tour, offering diverse culinary offerings from our extensive selection of restaurants, featuring exquisite cuisines from Vietnam, Japan, Korea, Thailand, India, Italy, Russia and more. The delightful Mercure Da Nang French village, Varna Hills, the most romantic hotel in Da Nang, is ready to welcome those who wish to check in and experience Varna by night, a must-do experience
least once in your life. For further details, please refer to information available. Het is een tijdje stil, hè? Ja. With the purpose of protecting the natural landscape of Barnet Hills, we would like to thank you for your cooperation in keeping the Fantastic for Sarah. rubbish in the right place. We are very pleased to welcome and serve you. We wish you an unforgettable experience at Sunworld Barnet Hills. Hè? Ik weet het wel zeker. ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും മഞ്ഞിൽ മൂടിക്കഴിഞ്ഞതിനാൽ നമുക്ക് പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ കഴിയുന്നില്ല. വെള്ള നിറം മാത്രമാണ് പുറത്തേക്ക് നോക്കുമ്പോൾ. എതിരെ വരുന്ന കേബിൾ കാറുകൾ പോലും കാണാൻ കഴിയാത്ത അവസ്ഥ. എന്നാലും വളരെ ത്രില്ലടിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. മഞ്ഞിൽ കുളിച്ചൊരു കേബിൾ കാർ പോകുന്നത് കണ്ടോ? ഇല്ല, ഒന്നും കാണുന്നില്ല. പുറത്തെല്ലാം മഞ്ഞ് മൂടി. ഈ അവസ്ഥയിലാണ് നമ്മൾ യാത്ര പിന്നീട് മുന്നോട്ട് പോയത്. Zou dat het zijn? 1500 meter de hoogte. Wat is dat? Wat wil je zien? Dat er niks te zien is. Kijk, kijk, Ja, maar wat zie ik? Ja, niks. Wat zeg ik? kijk. En je zegt kijk. Ja, wat kijk? Dat er niks te zien is, zie je toch? Maar waarom zeg je dat? Waarom maak je dan zo'n tennis? Kijk, Ja, dat is een foto maar ja, van het niks. filmpje. Hij filmt gewoon, hij denkt ineens doet er wat op zo. അങ്ങനെ നമ്മുടെ കേബിൾ കാർ യാത്ര നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ബാണാഫീസിൽ എത്തിച്ചേർന്നു. നമ്മൾ അവിടെ ഇറങ്ങിയപ്പോഴും പരസ്പരം ആൾക്കാരെ കാണാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. മൊത്തം മഞ്ഞോട്ട് എന്തോ മഞ്ഞില മൂടി വളരെ ഇതായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഈ ഭാഗത്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് നിൽക്കേണ്ട ആൾക്കാരെ പോലും കാണാൻ കഴിയാത്തത്ര രീതിയിൽ മഞ്ഞാണിവിടെ. മഞ്ഞിൽ കുളിച്ചുകൊണ്ട് നമ്മൾ ബാണാ ഹിൽസിലേക്ക് മെയിൻ ലാൻഡിലേക്ക് ഇറങ്ങി. ഈ ടിക്കറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്നവർക്ക് ഇവിടെ ഒരു വലിയൊരു ബിയർ ബ്രൂവറി ഉണ്ട്, ബിയർ ഉണ്ടാക്കുന്ന സ്ഥലം. അവിടെ ഈ 2 ചെറിയ ബിയറുകൾ ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ നല്ല അടിപൊളി ബൊഫറ്റ് ലഞ്ചും ഈ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ ഈ മഞ്ഞ് കാരണം നമുക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. മഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ ഈ പാർക്കും ഈ പൂന്തോട്ടവും എല്ലാം കാണാൻ വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. പക്ഷേ കഷ്ടകാലം എന്ന് പറയട്ടെ, നമ്മൾ വന്ന ദിവസം ഇതായിരുന്നു അവസ്ഥ. അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും കാണാൻ കഴിയാത്ത അവസ്ഥ. ഈ അവസ്ഥയിൽ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ ആസ്വദിച്ചു. പിന്നെ ഇത് വ്യക്തമായിട്ട് കാഴ്ചകൾ കാണാത്തതിനാൽ ഇതിനെക്കുറിച്ച് വർണ്ണിക്കാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷേ സൂപ്പർ അനുഭവമായിരുന്നു ഈ ബാണാ ഹിൽസിലെ ഈ മഞ്ഞുമലയിൽ നമ്മൾ ചിലവഴിച്ച മണിക്കൂറുകൾ. സൂപ്പർ, ഒന്നും പറയാനില്ല. തണുത്ത് വിറച്ചുകൊണ്ടാണ് ഇതെല്ലാം കണ്ടത്. ചർച്ചുണ്ട്, ഒരു പഗോഡ ഉണ്ട്. എല്ലാം മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്നതിനാൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല. പിന്നെ ഇവിടെ നല്ല ഹോട്ടലുകളുണ്ട്. നമുക്ക് ബുക്ക് ചെയ്ത് ഇവിടുത്തെ ഹോട്ടലിൽ വന്ന് താമസിക്കാം. അത് നമ്മുടെ ലഗേജൊക്കെ അവർ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ ഹോട്ടലിൽ എത്തിക്കും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒന്നും കാണാൻ കഴിയാത്ത ഒരവസ്ഥയായിപ്പോയി. അതായിരുന്നു നമ്മളിവിടെ നേരിട്ട ഒരവസ്ഥ.
മഞ്ഞ് 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 അയ്യടാ മഞ്ഞേ മഞ്ഞുകൊണ്ടൊന്നും കാണാൻ കഴിയില്ല സുഹൃത്തുക്കളെ. മഞ്ഞാണ് 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 മഞ്ഞ്. മഞ്ഞ് കാരണം മയിലൊന്നും കാണുന്നില്ല. മഞ്ഞ് കാരണം ഇവിടുത്തെ ഒരു കാഴ്ച കിട്ടുന്നില്ല. നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു, പക്ഷെ ഭയങ്കര മഞ്ഞായിപ്പോയി. ഒരു ഒന്നും കിട്ടുന്നില്ല. എന്തൊക്കെയോ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒന്നും മനസ്സിലാവില്ല. മഞ്ഞ് കാരണം തണുക്കുന്നു. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇവിടെ ധാരാളം കാഴ്ചകൾ ഒരുക്കി വെച്ചിരുന്നു. പക്ഷേ ഈ മഞ്ഞ് കാരണം നമുക്കൊന്നും കാണാൻ കഴിയാത്ത അവസ്ഥയായിപ്പോയി. ഇത് മൊത്തം ഇങ്ങനെ മഞ്ഞ് മൂടി നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഇതിനകത്ത് ഈ മഞ്ഞില്ലാത്ത നമ്മളകത്ത് ഉള്ള ഇൻഡോർ ഏരിയ ഉണ്ട്, അവിടെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് വിശദമായിട്ട് കാണാൻ സാധിക്കൂ. പുറത്തിറങ്ങിയാൽ ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. കഷ്ടകാലമെന്ന് മാത്രം പറയാം. Come on. And this is the meeting point.
കഴിച്ച് സുഖമായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇന്ത്യക്കാർക്ക് ഇതെല്ലാം കണ്ട് ഫോട്ടോ
മീറ്റിംഗ് പോയിന്റ് വന്നു. സോറി. इधर है इधर. Golden Bridge. വാണ ഹിൽസിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഒരു 4 മണിയോടുകൂടി നമ്മൾ വീണ്ടും ദനാങ് ബീച്ചിലേക്ക് തിരിച്ചു, നമ്മുടെ ഹോട്ടലിലേക്ക്. പൊയ്യാനിയിൽ കൂടി പോകണമെന്ന് ഇതുണ്ടെങ്കിലും പൊയ്യാനി ഏൻഷ്യൻ്റ് സിറ്റിയാണ്, ലൈറ്റുകൾ നഗരമാണ്. ഇവിടെ കൂടെ പോകണമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഇവിടെ ഇത്രയും നേരം മഞ്ഞിൽ കുളിച്ച് നമ്മൾ ടയർഡായി, പിന്നെ ശ്രമിച്ചില്ല. അതടുത്ത ഇടത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ തിരികെ ദനാങ് സിറ്റിയിലേക്ക് യാത്രയായി.
ദനാങ്ങിൽ എത്തിയ ശേഷം ഹോട്ടലിൽ പോയി കുറച്ചു നേരം വിശ്രമിച്ച ശേഷം സന്ധ്യയായപ്പോൾ നമ്മൾ വീണ്ടും ദനാങ്ങിലെ മൈക്കൽ ബീച്ചിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ എത്തിയപ്പോൾ ലൈറ്റ് വെട്ടത്തിൽ വോളിബോളും ഫുട്ബോളും എല്ലാം അരങ്ങ് തകർക്കുന്ന കാഴ്ചകളാണ്. ഇതൊന്നും അറിയാതെ കടൽ തിരകൾ എങ്ങനെ തീരത്തെ പുൽകാൻ വേണ്ടി തുടരെ എത്തിക്കൊണ്ടേയിരുന്നു. കടൽക്കാറ്റേറ്റുകൊണ്ട് കടലിൻ്റെ ഗീതം രുചിച്ചുകൊണ്ട് ഇവരുടെ ഈ കളികളൊക്കെ കണ്ടുകൊണ്ട് കുറച്ചു നേരം കൂടി ദനാങ് ബീച്ചിൻ്റെ ശീതളിമയിൽ കാറ്റിൽ ലയിച്ച് ഇങ്ങനെ നടന്നു. അതിനുശേഷം നമ്മൾ താമസിച്ചിരുന്ന ഇതിന് തൊട്ടടുത്തുള്ള ഗ്രാൻഡ് ഓഷ്യൻ ഹോട്ടലിലേക്ക് നമ്മൾ മെല്ലെ നടന്നു. ദനാങ്ങിലെ ശബരിമയാർന്ന കാഴ്ചകൾക്കെല്ലാം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്